കണ്ടോ, ഇത്രയേ ഉള്ളൂ. ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ വീണ്ടും സ്റ്റാർട്ടാവും. ഇത് ട്യൂൺ ചെയ്യുന്ന സമയത്ത് പെട്ടുപോയ ആളുകൾക്കാണ് ഉള്ളത്. ഈ കാർബുറേറ്ററിലുള്ള എണ്ണ മുഴുവനായിട്ട് കളയാം. പോകണ്ട, ഈ ഇത്ര പണി എടുത്തു കഴിഞ്ഞാൽ ക്ലിയർ ആവും. ഹായ്, ടെക് ആൻഡ് അഗ്രി ടിപ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതിനു മുമ്പ് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കാർബുറേറ്റർ ട്യൂൺ ചെയ്യുന്നത്. അപ്പം പല ആളുകളും, ഒരുപാട് ആളുകൾ ട്യൂൺ ചെയ്തു എന്നും അത് നല്ല മൈലേജ് കിട്ടിയെന്നൊക്കെ പറഞ്ഞ് വിളിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ കുറച്ച് ആളുകൾ ട്യൂൺ ചെയ്തു നിന്നുപോയി, പിന്നെ ഞങ്ങൾക്ക് സ്റ്റാർട്ടാക്കാൻ പറ്റുന്നില്ല എന്ന്. അപ്പോൾ ട്യൂൺ ചെയ്തപ്പോൾ എന്ത് തെറ്റാണ് ചെയ്തത് എന്ന് ചോദിച്ചപ്പം, എന്താണ് ചെയ്തതെന്ന് ചോദിച്ചപ്പം അവർ ചെയ്ത തെറ്റ് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്, ഇനി ആർക്കും അങ്ങനൊരു അബദ്ധം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക്. നമ്മൾ ട്യൂൺ ചെയ്യുന്ന സമയത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ പറഞ്ഞുതരാം. ആക്സിലേറ്റർ നല്ലപോലെ കൊടുത്തതിന് ശേഷം ഇപ്പോൾ എന്താ സംഭവിച്ചത്, ആക്സിലേറ്റർ നന്നാക്കി സ്റ്റാർട്ട് റേസ് ആക്കിയിട്ട് ട്യൂൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാ ഈ പിന്നുള്ള ഈ സ്ക്രൂവിൽ പിടിച്ച് നമ്മൾ മുന്നിലേക്ക് തിരിക്കുകയാണ് ചെയ്തത്. ആ സമയത്ത് ഓഫായിപ്പോയി. ഇത് ഓഫ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചാൽ, ആക്സിലേറ്റർ കൊടുത്ത് നമ്മളിത് മുന്നിലേക്ക് കൊടുക്കുന്ന സമയത്ത് സൗണ്ട് കുറഞ്ഞു വരുന്ന സമയം, ആ ഒരു സമയം കഴിഞ്ഞിട്ടും വീണ്ടും ഇത് മുന്നിലേക്ക് തിരിച്ചുകൊണ്ടിരിക്കുന്നതിന് പകരം എന്ത് ചെയ്യണം, ആക്സിലേറ്റർ കൊടുത്ത് ആക്സിലേറ്റർ ഒന്നും കൂടി സ്പീഡ് കൊടുക്കുന്ന സമയത്ത് ഇത് സൗണ്ട് ഓഫായിക്കൊണ്ട് ബാക്കിലേക്ക്, അതായത് ഇപ്പോൾ ഓഫാവും എന്നുള്ള കണ്ടീഷൻ വരുന്ന സമയത്ത് നേരെ ഇത് കാണണം, ബാക്ക് ഭാഗത്തേക്ക് തന്നെ തിരിക്കണം. ബാക്ക് ഭാഗത്തേക്ക് തന്നെ തിരിക്കണം. ഓഫായി പോവുകയാണെന്ന് കണ്ടാൽ, അഥവാ നമ്മളെ കൈവിട്ട് പോയി, അതായത് നമ്മൾ തിരിച്ച ഭാഗത്ത് നിന്ന് ഓഫായി പോയി, അങ്ങനെ വന്നാൽ എന്താ ചെയ്യേണ്ടതെന്നാണ് പറയാൻ പോകുന്നത്. നമ്മൾ നേരെ എന്ത് ചെയ്യണം, ഈ രണ്ട് പൈപ്പ് ഉണ്ടല്ലോ, അതായത് ഒന്ന് ഫ്യൂവൽ വലിക്കുന്നതും രണ്ടാമത്തത് ഈ പ്രൈമറി ബൾബിൽ നമ്മൾ പ്രസ് ചെയ്യുന്ന സമയത്ത് സക്ക് ചെയ്തുകൊണ്ട് ഫ്യൂവൽ മുകളിലേക്ക് കയറുന്ന ട്യൂബ് ഒന്ന് വലിച്ചെടുക്കുന്നതും ഒന്ന് താഴേക്ക് ഓവർഫ്ലോ പോകുന്നതും. അതെന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഓവർഫ്ലോ നമ്മൾ ഒന്നുകൂടി അടിച്ചതിന് ശേഷം ഫുള്ളായിട്ട് പിന്നെ ചോക്ക് വലിച്ചു വെച്ചതിന് ശേഷം ഓവർഫ്ലോ ഫുള്ളായിട്ട് ഒന്ന് അടിച്ച് നോക്കുക. എന്നിട്ട് ഒരു 3-4 അടി അടിച്ചതിന് ശേഷം നേരെ ടാങ്ക് ഊരുക. ടാങ്കിൻ്റെ കവർ ഈ ടാങ്കിൻ്റെ ഫ്യൂവൽ ടാപ്പ് ഊരിയതിന് ശേഷം ഇതുപോലുള്ളൊരു കൊക്കുള്ള ഒരു കമ്പി എടുത്തിട്ട് ഇതേപോലെ ഈ എണ്ണ വലിച്ചെടുക്കുന്ന ഭാഗം, ഈ ഫിൽറ്റർ ഇതേപോലെ അങ്ങോട്ട് വലിച്ച് നേരെ പുറത്തേക്ക് ഇടുക. ഇങ്ങനെ പിടിച്ച് നിർത്തിയാലും മതി, പുറത്തേക്ക് എടുത്തില്ലെങ്കിലും പിടിച്ച് നിർത്തിയാലും മതി. ഉണ്ടോ, അതേപോലെ പിടിച്ച് നിർത്തിയിട്ട് പിന്നെ എന്ത് ചെയ്യണം, പിന്നെ നമ്മൾ മുഴുവൻ എണ്ണയും ഉണ്ടോ ഈ പ്രൈമറി ബൾബിൽ പ്രസ് ചെയ്തുകൊണ്ട് ഈ കാർബുറേറ്ററിലുള്ള എണ്ണ മുഴുവനായിട്ട് കളയാം. മുഴുവനായിട്ട് കളഞ്ഞു എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം ഇപ്പോൾ കണ്ടോ, ഈ പൈപ്പിനുള്ളിൽ എണ്ണ മുകളിലേക്ക് വലിഞ്ഞു പോകുന്നത് കാണാം. ഇത് ട്യൂൺ ചെയ്യുന്ന സമയത്ത് പെട്ടുപോയ ആളുകൾക്കാണ് ഉള്ളത്. അതല്ലെങ്കിൽ നേരെ ഇങ്ങോട്ട് തിരിച്ചിട്ടാണെങ്കിലും ഇത് ചെയ്യാൻ പറ്റും, പക്ഷേ കുറച്ച് കൂടുതൽ സമയം സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. ഇപ്പോൾ നമ്മൾ കാർബുറേറ്ററിനുള്ളിൽ എണ്ണ ഇല്ല എന്ന് ഉറപ്പ് വരുത്തി, അതേപോലെ തന്നെ നേരെ കാർബുറേറ്ററിനുള്ളിലേക്ക് അത് വിടുക. അത് വിട്ടതിന് ശേഷം എന്ത് ചെയ്യണം, ഒന്നും ചെയ്യാതെ ചോക്ക് വലിക്കുക. നമ്മൾ രണ്ടാമത് ഇപ്പം കാലിയാണ്, കാർബുറേറ്റർ കാലിയാക്കി വെച്ചതിന് ശേഷം സ്റ്റാർട്ട് ചെയ്യുക. ഇതുപോലെ ചോക്ക് പൊക്കി വെച്ചതിന് ശേഷം സ്റ്റാർട്ടാക്കുക. ഇത്രയും ഇതുപോലൊരു 3-4 അടി അടിച്ചതിന് ശേഷം ഈ ചോക്ക് നേരെ താഴ്ത്തിയതിന് ശേഷം ഉണ്ടോ രണ്ടാമതായിട്ട് ഇതിൽ റീഫില്ല് ചെയ്യുക. അതായത് പ്രൈമറി ബൾബിൽ കൊണ്ടുപോയി പ്രസ് ചെയ്യുക. പ്രസ് ചെയ്തിട്ട് എണ്ണ വലിച്ച് കയറിയൊന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഓവർഫ്ലോ പൈപ്പ് ഒന്ന് അഴിച്ചു മാറ്റണം. മാറ്റിയിട്ട് ഓവർഫ്ലോ വരുന്നത് കാണാം. ഉണ്ടോ, നമ്മൾ കാലിയാക്കിയ
കാർബറേറ്ററാണ്. അതിൽ എണ്ണ ഫില്ലായതിന് ശേഷം അതുപോലെ തന്നെ ഫില്ലായതിന് ശേഷം ചോക്ക് വലിക്കാതെ സ്റ്റാർട്ടാക്കുക. ഇപ്പം ഒന്ന് എണ്ണ അങ്ങോട്ടും ഇങ്ങോട്ടും ആയി എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം നമ്മൾ ഏത് ഭാഗത്താണോ പിന്നെ ഈ സ്ക്രൂ ഉണ്ടായിരുന്നതെന്ന് വെച്ചാൽ ആ ഭാഗത്തേക്ക് തന്നെ നീക്കി വെക്കുക. ആ ഭാഗത്തേക്ക് തന്നെ താഴേക്കും പാടില്ല വെള്ളിലേക്കും പാടില്ല. ആ ഭാഗത്ത് തന്നെ ആക്കി വെച്ചതിന് ശേഷം സ്റ്റാർട്ട് ചെയ്യുക. അത് ചോക്ക് വലിച്ചിട്ട് കേട്ടോ, ചോക്ക് പൊക്കി വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുക. കണ്ടോ, ഇത്രയും ചെയ്താൽ മതി. ഓഫായി അല്ല, ഇപ്പം ഞാൻ സ്റ്റാർട്ടായി പക്ഷേ ഓഫായും ചെയ്തു. അത് ഞാൻ ചോക്ക് താത്താത്തതുകൊണ്ടാണ്. കണ്ടോ, ഇത്രയേ ഉള്ളൂ. ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ വീണ്ടും സ്റ്റാർട്ടാവും. അപ്പോൾ ഓക്കെ, അപ്പം ട്യൂൺ ചെയ്ത സമയത്ത് ഓഫായി പോയി എന്ന് പരാതി പറഞ്ഞ ആളുകൾക്ക് ഇത്ര നേരം കൊണ്ട് തന്നെ അത് ശരിയാക്കാൻ പറ്റും. 1-2 ആളുകൾ വിളിച്ച സമയത്ത് പറഞ്ഞത് ഞങ്ങളാകെ പേടിച്ചു പോയി, ട്യൂൺ ചെയ്തിട്ട് ഇനിയിപ്പം വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി നന്നാക്കേണ്ട ഒരു ഗതി ആയിപ്പോയി. അങ്ങനെ ഒരാൾ വർക്ക്ഷോപ്പിലേക്ക് പോയി എന്നാണ് പറഞ്ഞത്. ബാക്കി എല്ലാവരും കുറേ നേരം സ്റ്റാർട്ട് ചെയ്ത് ആയി എന്ന് പറഞ്ഞു. അപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് പിന്നെ രണ്ടാമത് റിവേഴ്സ് തിരിച്ച് വെച്ചതിന് ശേഷം സ്റ്റാർട്ടായത് എങ്ങനെയെന്ന് ചോദിച്ചാൽ കാർപ്പറേറ്റിലുള്ള എണ്ണ സ്റ്റാർട്ട് ചെയ്ത് കിക്കർ വലിച്ച് കത്തിച്ച് തീർക്കുക ചെയ്തത്. നമുക്കങ്ങനെ ആവശ്യമില്ല, വലിച്ച് തീർക്കേണ്ട ആവശ്യമില്ല. കിക്കർ കേടണം, ഈ റിക്വൽ സ്റ്റാർട്ടർ കേടരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ കാണിച്ചതുപോലെ ടാങ്കിൽ നിന്ന് പൈപ്പ് മേളിലേക്ക് വലിച്ചു വെക്കുക. കംപ്ലീറ്റ് നമ്മുടെ പ്രൈമറി ബൾബിൽ അമർത്തിയിട്ട് എണ്ണ മുഴുവൻ വലിച്ച് തീർത്തു. അതായത് അങ്ങോട്ട് ടാങ്കിലേക്ക് തന്നെ പോയി എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം ടാങ്കിലേക്ക് ഇടുക, ചോക്ക് വലിക്കുക. എന്നിട്ട് 1-2 പ്രാവശ്യം സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ചോക്ക് താത്തിയിട്ടും 2 പ്രാവശ്യം വലിക്കുക. പിന്നെ ചോക്ക് വലിച്ചിട്ട് ഒറ്റ അടി അടിച്ചാൽ സ്റ്റാർട്ടാവും. അപ്പം ട്യൂൺ ചെയ്തിട്ട് കംപ്ലൈൻറ്റ്, അതായത് പ്രശ്നമായി എന്നുള്ള പരാതി പറയാൻ പാടില്ല. ഇത്രയേ ഉള്ളൂ. അത് പേടിക്കേണ്ട ആവശ്യമില്ല. പരാതി പറയേണ്ടെന്നല്ല പറഞ്ഞത്, പേടിക്കേണ്ട ആവശ്യമില്ല. ഇത്രയേ ഉള്ളൂ. ഉപകാരപ്പെട്ടു എന്ന് തോന്നുന്നുണ്ട്. അതുപോലെ തന്നെ സൈറ്റിലേക്ക് വെച്ചിട്ട് ട്യൂൺ ചെയ്ത് മൈലേജ് കിട്ടാത്ത സമയത്ത് ട്യൂൺ ചെയ്യും. അപ്പോൾ ഇങ്ങനെ പെട്ടുപോയാൽ ആകെ പേടിച്ച് ദൂരമുള്ള യാത്രയൊന്നും ചെയ്തുകൊണ്ട് വർക്ക്ഷോപ്പിലേക്ക് പോകണ്ട. ഇത്ര പണി എടുത്തു കഴിഞ്ഞാൽ ക്ലിയർ ആവും. വീണ്ടും ഒരു വീഡിയോ കണ്ടുമുട്ടുവരെ ബൈ.